ഹലോ ഫ്രണ്ട്സ്, ഞാനൊരു പാലക്കാടിൻ്റെ ട്രിപ്പിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിന്. അതിൻ്റെ സെക്കൻഡ് പാർട്ടാണിത്. അപ്പം നമ്മൾ ലാസ്റ്റ് നിർത്തിയതൊരു സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തുള്ള ഒരു ഇതാണ്. ഇതൊരു വയലാണ്. വയൽ ശരിക്കും നല്ല ഗ്രീനറിലുണ്ടാകുന്ന ടൈം ഉണ്ടായിരുന്നു. ഇപ്പോൾ മഴ ആയതുകൊണ്ട് ഫുള്ള് വെള്ളം കയറിയിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു. ഭയങ്കര കാറ്റും മഴയെല്ലാം ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു. നമ്മൊരു ചായക്കടേൻ്റെ ഒരു തട്ടുകടയിൽ നിന്നിട്ടാകുമ്പോൾ ആ വീഡിയോ എടുത്തത്. അതിന് ശേഷം അവിടെ ഫുള്ള് വയൽ തന്നെയാണെന്നുള്ളത്. ഇതിൽ പോയെങ്കിൽ വയൽ തന്നെ. പക്ഷേ ഏത് വയലിലേക്ക് പോകുമ്പോൾ നമ്മൾ പൈസ കൊടുത്തിട്ട് കയറണം. ഇതിപ്പോൾ നമ്മൾ എൻട്രി ഫീ കൊടുത്തിട്ട് കയറിയൊരു വയലാണ്. ഇത് താമരക്കുള അങ്ങനെ എന്തോ പറയുന്നൊരു സ്ഥലമാണ്. നമുക്ക് കാണാൻ വേണ്ടിയിട്ട് തന്നെ കുറേ സമയം ഇരിക്കാൻ പറ്റും. ഒരു തോണിയുണ്ട്, പിന്നെ ചെറിയൊരു ഹട്ടുണ്ട്. ഹട്ടിൽ കയറിയിട്ട് ഇരിക്കുക. ഹട്ടിലൊന്നും കയറിയിട്ടാ, കാരണം മഴയത്ത് നമുക്ക് എന്താക്കണമെന്നറിയില്ല. കോട്ടിട്ടിട്ട് തന്നെ കുറേ സമയം ഇങ്ങനെ നടക്കണം. ഫോട്ടോസ് എടുക്കണമെന്നുണ്ട്. കോട്ടിട്ടിട്ട് തന്നെ ഫോട്ടോസ് എടുക്കേണ്ടി വരുന്നു. അങ്ങനെയായിട്ട് കുറേ സമയം ഹട്ടിൽ തന്നെ ഇരുന്ന് നല്ല വ്യൂസാണ്. പിന്നെ താമര ഉണ്ടായിരുന്നു. താമര പറിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താക്കി കോട്ടെല്ലാം ഊരിയിട്ട് പോയി. എന്നാലും ഫുള്ള് ഷൂസ് ഇട്ട് ഞാൻ പെട്ടുപോയി. ഫുള്ള് ഷൂസിലേക്ക് ഫുള്ള് ചളിയും. അതിന് ശേഷം നമ്മൾ എന്താക്കിയൊരു ഷൂസെല്ലാം മാറ്റിയിട്ടൊരു ചെരുപ്പെല്ലാം മേങ്ങി. അന്ന് നേരെ നമ്മൾ വിട്ടത് മലമ്പുഴ ഡാമിലേക്കാണ്. മലമ്പുഴ ഡാം പോകുന്ന സമയത്ത് നമ്മൾ ഒരു പാലക്കാടത്തിൽ ലുലു മാളിൽ കയറിയിട്ടുണ്ടായിന്. ജസ്റ്റ് ഒന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആടെ കയറിയിട്ട് ഇറങ്ങിയതിന് ശേഷം നമ്മൾ നേരെ മലമ്പുഴ ഡാമിലേക്ക് വിട്ടു. നല്ല ആളുണ്ടായിന്. ഞാൻ വിചാരിച്ചിട്ടാണ് ഇത്ര ആളുണ്ടാവുമെന്ന്. അതും നല്ലൊരു വ്യൂസായിരുന്നു. അത് ഒരു 30 റുപ്പീസാണ് എൻട്രി ഫീ വരുന്നത്. അങ്ങനെ അതിൻ്റെ അകത്തുള്ളൊരു വ്യൂസാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നുള്ളത്. അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടാകുമ്പോൾ അങ്ങനെ നമുക്കൊരു ഫോട്ടോ എടുക്കാൻ വരെ പറ്റുന്നുണ്ടായിട്ടാണ്. കാരണം മഴയും നമ്മൾ സിപ്പ് ലൈൻ പോലത്തെ സംഭവം കാണുന്നില്ല. സിപ്പ് ലൈനല്ല, അപ്പം അതിന് വേറെ എന്തോ പറയുന്നത്. അതിലും കയറി. അതും നല്ല പണിയുണ്ടായി. കാരണം ഉള്ളിൽ എൻട്രി ചെയ്തതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ എൻട്രി ഇല്ല. ഫുള്ള് കറങ്ങിയിട്ട് വീണ്ടും പുറത്തിറങ്ങിയിട്ട് വേറൊരു എൻട്രി ഇല്ലാന്ന് ഇതിലേക്ക് കയറേണ്ടത്. അത് കുറച്ചൊരു ടാസ്ക്കായിരുന്നു നമുക്ക്. പക്ഷെ ഇപ്പോൾ ഈ പോകുന്നതും അങ്ങനെ നമ്മൾ ചെറിയൊരു ദൂരമൊന്നുമല്ല, നല്ല ലോങ് ഡിസ്റ്റൻസ് ഉണ്ട്. നമ്മൊരു ഈ ഉള്ളിലത്തെ ഡാമും കിടന്നിട്ട് ഒരു റോഡെല്ലാം കിടന്നിട്ടാണ് ആ ഒരു ഇത് പോകുന്നത്. പിന്നെ നമ്മൾ നേരെ മേലെ കയറിയിട്ട് ഡാമിൻ്റെ എല്ലാ വ്യൂസും കണ്ടു. നല്ല മഴ പെയ്യുന്നുണ്ടായിന്. അതും അങ്ങനെ ഭയങ്കര ഒരു വ്യൂസായിരുന്നു നമുക്ക് കിട്ടിയത്. ഡാമെല്ലാം നോക്കിയ ശേഷം നമ്മൾ നേരെ നാട്ടിലേക്ക് തന്നെ വിട്ട്, പാലക്കാട്ടിലേക്ക് തന്നെ വിട്ട്. നമ്മൾ റെൻറ്റിനല്ല വണ്ടി എടുത്തിട്ടുണ്ടായി. അപ്പോൾ ഒരു 6 മണിൻ്റെ സമയത്ത് വണ്ടി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായി. വണ്ടിയൊക്കെയാണ് എടുത്തിട്ടുണ്ടായി. അങ്ങനെ നേരെ വിട്ട് പിന്നെ റൂമെടുത്ത് ഫ്രഷായിട്ട് രാവിലെ ഇത് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഉണ്ടായിരുന്നു റൂമിൽ തന്നെ. അങ്ങനെ നമ്മൾ നേരെ എന്താക്കിയെന്ന് വെച്ചാൽ ട്രെയിൻ ഓടിച്ചിട്ട് തിരുപ്പതി പോകാമെന്ന് പറഞ്ഞിട്ട് പ്ലാൻ ചെയ്തു. തിരുപ്പതിയിലാണ് ഇങ്ങനത്തെ ഡ്രസ്സിൻ്റെ എല്ലാം സ്ഥലമുള്ളത്. തമിഴ്നാടിൻ്റെ അടുത്താണല്ലോ ഇത് പാലക്കാട് വരുന്ന. അങ്ങനെ നമ്മൾ നേരെ ട്രെയിൻ എടുത്ത് ആ തിരുപ്പതി പോകുന്നുള്ള സമയത്തുള്ള വ്യൂസാണ് എനിക്ക് അതിന് ശേഷം ഷോക്കിംഗ് ആയ വ്യൂസ്. ഭയങ്കര വ്യൂസായിരുന്നു കേട്ടോ. എത്ര വീഡിയോസ് എടുത്തെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഫോണിൽ കുറേ വീഡിയോസ് ഉണ്ട്. കാരണം എന്ത് പറഞ്ഞാൽ ഇത് കാർമേഘം എന്തെന്നേ അറിയുന്നില്ല നമുക്ക്. മഞ്ഞ കാർമേഘം എല്ലാം താഴോട്ട് വന്നിട്ടില്ല. എന്തോ രസമുണ്ടായിരുന്നു കാണാൻ. അങ്ങനെ ആ വ്യൂസെല്ലാം കണ്ടിട്ട് നമ്മൾ നേരെ തിരുപ്പതി എത്തിയിട്ടുള്ള വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ട്, കാരണം എനിക്ക് അത്ര ഇതായിട്ടാണ്. നമ്മൊരു സൺഡേ ആണ് അവിടെ എത്തിയത്. സൺഡേ എത്തിയിട്ട് നോക്കുമ്പോൾ ഏകദേശം ഷോപ്പെല്ലാം ക്ലോസ് ഉണ്ടായിന്. അതിന് ശേഷം എന്താക്കി നമ്മൾ അവിടെ കുറേ സമയമുണ്ട്. നമുക്ക് ആകെ രാവിലെ തന്നെ എത്തിയത് കൊണ്ട് ഉച്ചക്കെല്ലാം അവിടെ തന്നെ വെറുതെ ടൈം വേസ്റ്റ് ആണ്. എന്നിട്ട് നമ്മൾ നേരെ ട്രെയിൻ ഓടിച്ചിട്ട് അതിൽ കോയമ്പത്തൂരിലേക്ക് പോയി. കോയമ്പത്തൂരും ഡ്രസ്സിൻ്റെ പ്ലേസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കോയമ്പത്തൂരും പോയിട്ട് നോക്കുമ്പോൾക്ക് ആടെയും അങ്ങനെ എന്തുമില്ല. എന്നാലും ഡ്രസ്സെല്ലാം വാങ്ങിച്ചിന്. നമ്മൾ വിചാരിച്ച പോലെ ഇങ്ങനെ ബാംഗ്ലൂർ മുംബൈ പോലത്തെ ഇതൊന്നുമില്ല. കാരണം എനിക്ക് ജസ്റ്റ് ഹോൾസെയിലായിട്ട് കുറച്ച് ഡ്രസ്സെല്ലാം നോക്കാനുണ്ടായിന്. പിന്നെ നമുക്ക് ഉള്ളത് കൊണ്ട് നമ്മൾ ഒരു പള്ളിക്ക് പോയിട്ട് നിസ്കരിച്ചിട്ടെല്ലാം ആയിട്ട് നേരെ ഒരു ഹോട്ടലിൽ പോയി. ഹോട്ടലിൽ കയറുന്ന സമയത്ത് അതിൻ്റെ സ്റ്റെപ്പിൽ തന്നെ ഒരു വയസ്സായ ഒരാൾ ഇരുന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് എന്തോ കാണുമ്പോൾ സങ്കടം തോന്നി. ഞാൻ അങ്ങനത്തെ ആളോടെല്ലാം എനിക്കിങ്ങനെ സംസാരിക്കണം, ഓരോ സ്റ്റോറി അറിയാൻ ഭയങ്കര താല്പര്യമാണ്. അങ്ങനെ ഞാൻ ജസ്റ്റ് സംസാരിക്കുമ്പോൾ അയാളെല്ലാം കഥയെല്ലാം പറഞ്ഞു. ഓക്കെ, വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു സബ്സ്ക്രൈബ്. താങ്ക് യു.